രസമാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടി, കയ്യടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ. അങ്ങനെ ഇരുന്നപ്പോ രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു, അപ്പൊ എനിക്ക് രണ്ടാമത്തെ സംസ്ഥാന അവാർഡ് കിട്ടി. അപ്പോൾ പരിപാടി ഇത് കൊള്ളാം. അങ്ങനെ എനിക്ക് മൂന്നാമതൊരു പെൺകുഞ്ഞ് ജനിച്ചു, എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. ഇനി ഓസ്കാർ അവാർഡ് കിട്ടുമെങ്കിൽ നാലാമത്തതിന് ഞാൻ റെഡിയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണ്ട, പ്രാർത്ഥന മാത്രം. അല്ല, ഓസ്കാർ കിട്ടിയല്ലോ. ഓസ്കാർ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. നാലാമത്തെ ആയിരുന്നില്ല ഓസ്കാർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അണ്ണൻ തിരുവനന്തപുരത്തിന്റെ അഭിമാനമാണ്, അണ്ണൻ മിമിക്രിക്കാരനാണ്. ഇത്രയും ഉന്നതിയിലെത്തിയിട്ടും ഇപ്പോഴും അണ്ണൻ മിമിക്രി കളയാൻ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അണ്ണൻ നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ പടത്തിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും ജയിലർ 2. സംഭവം പറഞ്ഞാൽ നമ്മള് സ്റ്റേജിൽ മിമിക്രി ചെയ്യുമ്പോൾ രജനീകാന്തിനെ കാണിക്കുമ്പോൾ ഭയങ്കര കൈയടിയാണ്. അപ്പൊ നമുക്ക് ഒരു ആഗ്രഹമുണ്ട് രജനീകാന്തിനെ എങ്ങനെ കാണണമെന്ന്. അപ്പോ അണ്ണന് വലിയൊരു ഭാഗ്യം കിട്ടി രജനീകാന്തിനോടൊപ്പം. അതായത് നമ്മൾ ജയിലർ ഫസ്റ്റ് കണ്ടായിരുന്നു, അതില് നമ്മുടെ വിനായക ചേട്ടൻ ഒരു ഗംഭീര വില്ലവേഷം ചെയ്തു. നമ്മൾ അറിഞ്ഞത് വെച്ച് ആ വിനായക ചേട്ടന്റെ ബോസ് ആയിട്ടാണ് സുരാജണ്ണൻ ജയിലർ 2 അഭിനയിക്കുന്നത്. അത് നമുക്ക് അഭിമാനമാണ്, മിമിക്രിക്കാർക്ക് അഭിമാനമാണ്, തിരുവനന്തപുരത്തിന് അഭിമാനമാണ്. അതെ, അതിനെ പറ്റി പറയാം. ഇനി ഞാൻ അതും അതിന്റെ കഥയെല്ലാം കൂടെ പറയാം. എന്നിട്ട് വേണം തമിഴിനെ ഞാൻ തെളിയിക്കാം. ഞാൻ പറഞ്ഞത്, അപ്പോൾ ആ രജനീകാന്ത് സാറിനോട് അഭിനയിച്ചത് ഓസ്കാർ കിട്ടിയതുപോലെ ഓസ്കാർ കിട്ടി. ആണോ? അങ്ങനെ ഓസ്കാർ കിട്ടി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വിശേഷമുണ്ട്. പക്ഷെ അത് അണ്ണന്റെ വിശ്വാസമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അണ്ണന് സംസ്ഥാന അവാർഡ് കിട്ടിയതും നാഷണൽ അവാർഡ് കിട്ടിയതിലും എനിക്കൊരു പങ്കുണ്ട്. സത്യം. ഞാൻ ഏതെങ്കിലും കടയിൽ പോയി ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചേട്ടന് പറയും, എന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ട് നിനക്ക് അവാർഡ് കിട്ടിയത് എന്ന് പറയുന്ന പോലെ നീ ഏറ്റെടുത്തോ? അല്ല, ഞാൻ സത്യസന്ധമായി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ വിശ്വസിക്കുന്നു